പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ യുദ്ധക്കളങ്ങളിൽ നിന്ന് ഇന്ന് കേൾക്കുന്ന മുഴക്കം വെറുമൊരു മിസൈൽ സ്ഫോടനത്തിൻ്റേത് മാത്രമല്ല, മറിച്ച് ലോകക്രമം തന്നെ മാറിമറിയുന്നതിൻ്റെ സൂചനകളുടേതാണ്. പതിറ്റാണ്ടുകളായി ഇറാനെ ഒറ്റപ്പെടുത്തി ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ മോഹങ്ങൾക്ക് മേൽ ഇടുത്തി പോലെയാണ് പുതിയ വാർത്തകൾ വന്നു പതിക്കുന്നത്. ഇറാൻ ഈ പോരാട്ടത്തിൽ ഇനി ഒറ്റയ്ക്കല്ല എന്ന പ്രഖ്യാപനവുമായി റഷ്യയിൽ നിന്നുള്ള കരുത്തരായ ചെച്ചൻ പോരാളികൾ രംഗപ്രവേശം ചെയ്യുന്നു എന്ന വാർത്തകൾ ആഗോളതലത്തിൽ വൻ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ഗറില്ല പോരാളികളിലൊന്നായി അറിയപ്പെടുന്ന ചെച്ചൻ സൈന്യം ഇറാന് വേണ്ടി യുദ്ധത്തിനിറങ്ങുമ്പോൾ അത് അമേരിക്കയുടെയും ഇസ്രായേലിനെയും സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സൈനിക വെല്ലുവിളി മാത്രമല്ല, മറിച്ച് തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളെ തന്നെ പൊളിച്ചെഴുതേണ്ടി വരുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ചെച്ചൻ പോരാളികൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു സൈനിക ശക്തിയും ഒന്നല്ല 20 വട്ടം ചിന്തിക്കും. റഷ്യയുടെ ഭാഗമായ ചെച്ചിനിയയിലെ ഈ പോരാളികൾക്ക് ആധുനിക യുദ്ധചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെ കഥകളാണ് പറയാനുള്ളത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനായ റംസാൻ കദിറോവിന് കീഴിലുള്ള ഈ കദിറോവ്സി പോരാളികൾ നഗരയുദ്ധങ്ങളിലും ഗറില്ല പോരാട്ടങ്ങളിലും അസാമാന്യമായ വൈദഗ്ധ്യമുള്ളവരാണ്. മരിയുപോളിലും ബക്മുട്ടിലും യുക്രൈനിയൻ സൈന്യത്തിന് നേരെ ഇവർ നടത്തിയ മുന്നേറ്റങ്ങൾ ലോകം കണ്ടതാണ്. ഒരു പരമ്പരാഗത സൈന്യത്തിന് അസാധ്യമായ രീതിയിൽ ശത്രുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആക്രമിക്കാനും ശത്രുവിൻ്റെ കോട്ടയ്ക്കുള്ളിലേക്ക് തുളച്ചു കയറാനും ഇവർക്കുള്ള കഴിവിനെ അമേരിക്കൻ പെൻറ്റഗൺ പോലും ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാനിലെ പരുക്കൻ ഭൂപ്രദേശങ്ങളിലും ഇടുങ്ങിയ നഗരവീഥികളിലും ചെച്ചൻ പോരാളികൾ നിലയുറപ്പിച്ചാൽ അത് അമേരിക്കൻ സൈന്യത്തിന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം സാമ്പത്തിക ഇടപാടുകൾക്കും അപ്പുറത്തേക്ക് ഒരു സൈനിക സഖ്യമായി വളർന്നിരിക്കുന്നു എന്നതാണ് ഈ നീക്കത്തിലൂടെ വ്യക്തമാകുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാൻ ഇറാൻ ഡ്രോണുകളും മിസൈലുകളും നൽകിയപ്പോൾ അതിന് പകരമായി ഇറാൻ പ്രതീക്ഷിച്ചത് റഷ്യയുടെ സൈനിക പിന്തുണയായിരുന്നു. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാന്നിധ്യം വർദ്ധിക്കുകയും ഇസ്രയേൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുകയും ചെയ്യുമ്പോൾ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും മികച്ച മനുഷ്യ ആയുധത്തെ ഇറാനിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ആധിപത്യം ഇനിയും വെച്ച് പൊറിപ്പിക്കില്ല എന്ന പുടിന്റെ പ്രഖ്യാപനമാണിത്. അത്യാധുനിക ആയുധങ്ങളുണ്ടെങ്കിലും നേരിട്ടുള്ള ഗ്രൗണ്ട് യുദ്ധത്തിൽ ചെച്ചൻ ഗറില്ലകളെ നേരിടുക എന്നത് അമേരിക്കൻ സൈനികർക്ക് കടുത്ത ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വിയർക്കുന്ന സാഹചര്യമാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. വിയറ്റ്നാം യുദ്ധം മുതൽ അഫ്ഗാനിസ്ഥാനിൽ വരെ തങ്ങൾക്കെതിരെ പോരാടിയ ഗറില്ല രീതിയിലുള്ള സൈന്യങ്ങൾ അമേരിക്കയെ എത്രമാത്രം തളർത്തിയിട്ടുണ്ടെന്നത് ചരിത്രം സാക്ഷിയാണ്. അത്യാധുനികമായ സാറ്റലൈറ്റുകൾക്കോ ഡ്രോണുകൾക്കോ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ചെച്ചൻ ശൈലി അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തെ നിഷ്പ്രഭമാക്കും. കൺമുന്നിൽ കാണാത്ത ശത്രുവിനെതിരെ എങ്ങനെ പോരാടണമെന്നത് അമേരിക്കൻ കമാൻഡർമാരെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. ഒരു വശത്ത് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും മറുവശത്ത് ചെച്ചൻ പോരാളികളെ പോലെയുള്ള ക്രൂരരായ യുദ്ധവീരന്മാരെ നേരിടുമ്പോഴുണ്ടാകുന്ന ആൾനാശവും അമേരിക്കൻ ഭരണകൂടത്തിന് രാഷ്ട്രീയമായി വലിയ വില നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം സൈനിക തിരിച്ചടികൾ വൈറ്റ് ഹൗസിന് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും. ഈ സാഹചര്യത്തിൽ ആഗോള ഭൗമരാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം നാം ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസ് ആക്സിസ് എന്ന് വിളിക്കപ്പെടുന്ന ഇറാന്റെ സഖ്യത്തിലേക്ക് ഇപ്പോൾ റഷ്യൻ പിന്തുണയുള്ള ഔദ്യോഗിക സൈനിക ഇതര ഘടകങ്ങൾ കൂടി ചേരുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനത്തിന് ആക്കം കൂട്ടും. ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും നൽകുന്ന വെല്ലുവിളികൾക്ക് പുറമെ ചെച്ചൻ പോരാളികൾ കൂടി എത്തുന്നതോടെ ഇറാൻ ഒരു അജയ്യമായ ശക്തിയായി മാറുകയാണ്. ഇതിനർത്ഥം പശ്ചിമേഷ്യയിലെ യുദ്ധം ഇന്ന് കേവലം മിസൈലുകളിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ്, മറിച്ച് അത് തെരുവ് യുദ്ധങ്ങളിലേക്കും മുഖാമുഖം പോരാട്ടങ്ങളിലേക്കും നീങ്ങും എന്നതാണ് ഇതിൻ്റെ സാഹചര്യം. റഷ്യൻ പോരാളികൾ ഇറാൻ മണ്ണിൽ കാലുകുത്തുന്നതോടെ അമേരിക്കയ്ക്ക് തങ്ങളുടെ മിഡിൽ ഈസ്റ്റ് പോളിസി പൂർണ്ണമായും പുനഃപരിശോധിക്കേണ്ടി വരും. ഇസ്രയേലിനെതിരെയുള്ള നീക്കങ്ങളിൽ ഇവർ ഇറാനെ സൈനികമായി സഹായിക്കുക മാത്രമല്ല, കൃത്യമായ യുദ്ധതന്ത്രങ്ങൾ ഉപദേശിക്കാനും മുൻപന്തിയിലുണ്ടാകും. എന്നാൽ ഈ നീക്കത്തിന് പിന്നിൽ ചില വൈരുദ്ധ്യങ്ങളും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുന്നി വിഭാഗത്തിൽപ്പെട്ട ചെച്ചൻ പോരാളികൾ ഷിയ രാഷ്ട്രമായ ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമിക ലോകത്തെ തന്നെ വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. മതപരമായ ഭിന്നതകളെക്കാൾ ഉപരിയായി അമേരിക്ക എന്ന പൊതുശത്രുവിനെ നേരിടാൻ റഷ്യൻ ഏജൻസികൾ ഈ വിഭാഗങ്ങളെ ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ രാഷ്ട്രീയ തന്ത്രം ഇവിടെ വ്യക്തമാണ്. യുക്രൈനിൽ അമേരിക്ക തന്നെ വിയർപ്പൊഴുക്കുമ്പോൾ അമേരിക്കയെ മറ്റൊരു യുദ്ധമുഖത്തേക്ക് വലിച്ചിഴച്ച് പരാജയപ്പെടുത്തുക എന്നതാണ്. ഇതിനായി ചെച്ചൻ പോരാളികളെ ബലിയാടാക്കാനും പുടിൻ മടിക്കില്ല. പക്ഷേ ആത്യന്തികമായി ഇത് പശ്ചിമേഷ്യയെ ഒരു വലിയ ചോരപ്പുഴയിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ ഭീഷണി നേരിടാൻ അവർക്ക് ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും.
യുക്രൈനിലെ യുദ്ധത്തിന് നൽകുന്ന സാമ്പത്തിക സഹായം ഇതിനോടകം തന്നെ അമേരിക്കൻ ജനതയ്ക്കുള്ളിൽ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാനിലെ മണ്ണിൽ ചെച്ചൻ ഗറില്ലകളെ നേരിടാൻ തങ്ങളുടെ സൈനികരെ അയക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് ചിന്തിക്കാൻ പോലുമാകില്ല. അമേരിക്കൻ സൈന്യം ഇറാനിൽ നേരിട്ട് ഇടപെട്ടാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് റഷ്യയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് പകരം റഷ്യ ഇത്തരം പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്കും നേരെ ചെച്ചൻ പോരാളികളുടെ സാന്നിധ്യം സൃഷ്ടിക്കുന്ന സമ്മർദ്ദം ചെറുതൊന്നുമാകില്ല. ലഭ്യമായ ഏറ്റവും പുതിയ വിവരങ്ങളനുസരിച്ച് ഇറാൻ അതിർത്തികളിൽ ചെച്ചൻ കമാൻഡർമാരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്യാധുനികമായ റഷ്യൻ നിർമ്മിത രാത്രികാല കാഴ്ച ഉപകരണങ്ങളും സ്നൈപ്പർ റൈഫിളുകളുമായി എത്തുന്ന ഈ പോരാളികൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ചേർന്ന് സംയുക്ത പരിശീലനം ആരംഭിച്ചതായും വാർത്തകളുണ്ട്. ഇത് കേവലം ഒരു പ്രചാരണമല്ലെന്നും കൃത്യമായ സൈനിക പദ്ധതികളുടെ ഭാഗമാണെന്നും വ്യക്തമാണ്. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഈ നീക്കങ്ങളെ സശ്രദ്ധം നിരീക്ഷിച്ചു വരികയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ചെച്ചൻ പോരാളികൾ ഇസ്രയേലിന് നേരെ നീങ്ങിയാൽ അത് മേഖലയിലെ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റും. സൈനിക ബലത്തേക്കാൾ ഉപരിയായി ഗറില്ല പോരാളികളുടെ ചടുലതയും നിർഭയത്വവും യുദ്ധബലത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങളായി മാറും. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ ഇന്ന് മുമ്പത്തേക്കാൾ കരുത്തരാണ്. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും റഷ്യൻ ഗറില്ല പോരാളികളുടെ പിൻബലവും ചേരുമ്പോൾ ഇറാനെ നേരിടുക എന്നത് അമേരിക്കയ്ക്ക് അസാധ്യമായി ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ മണ്ണിൽ അമേരിക്കൻ അപ്രമാദിത്യം അവസാനിക്കുന്നതിൻ്റെ തുടക്കമാണോ ഇതെന്ന ചോദ്യം പ്രസക്തമാണ്. ആധുനിക യുദ്ധങ്ങൾ ലാബുകളിലോ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലോ അല്ല, മറിച്ച് യുദ്ധഭൂമിയിലെ മണ്ണിലാണ് തീരുമാനിക്കപ്പെടുന്നത് എന്ന് ചെച്ചൻ പോരാളികൾ അമേരിക്കയെ ഓർമ്മിപ്പിക്കുന്നു. വിയർക്കുന്ന വൈറ്റ് ഹൗസും ആയുധബലങ്ങളുമായി എത്തുന്ന റഷ്യൻ ഗറില്ലകളും ചേർന്ന് ഒരുക്കുന്ന ഈ പശ്ചാത്തലം വരും ദിവസങ്ങളിൽ ലോകത്തെ കൂടുതൽ ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലേക്കാണ് നയിക്കുന്നത്. സമാധാനത്തിൻ്റെ വഴികൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ യുദ്ധഭൂമിയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നത് ലോക സമാധാനത്തിന് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെയും എണ്ണ വിപണിയെയും എങ്ങനെ ബാധിക്കുമെന്നത് ലോകമുറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.